കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 40ഓളം സാക്ഷികളും 32 രേഖകളും അടങ്ങിയ കുറ്റപത്രമാണ് ഗാന്ധിനഗർ പോലീസ് ഏറ്റുമാനൂർ കോടതിയിൽ സമർപ്പിച്ചത്. കേസെടുത്ത് 1.5 മാസങ്ങൾ പിന്നിടുമ്പോൾ കുറ്റപത്രം സമർപ്പിക്കാനായത് പോലീസിന്റെ നേട്ടമാണ്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെ സീനിയർ വിദ്യാർത്ഥികൾ നടത്തിയ ക്രൂരമായ റാഗിങ്ങിന്റെ ദൃശ്യങ്ങൾ ഞെട്ടലോടെയാണ് കേരളം കണ്ടത്. നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന ക്രൂരമായ റാഗിങ്ങിനെക്കുറിച്ച് പുറം ലോകം അറിയുന്നതിനു മുമ്പ് തന്നെ പ്രതികൾ മുഴുവൻ അഴിക്കുള്ളിലായിരുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിവ് ശേഖരണവും മൊഴിയെടുക്കലുമടക്കം പൂർത്തീകരിച്ച് 1.5 മാസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഗാന്ധിനഗർ പോലീസിന് കഴിഞ്ഞു. കുറ്റപത്രം പരിശോധിച്ച ശേഷം കോടതി സ്വീകരിച്ചതായി ഗാന്ധിനഗർ SHO ടി ശ്രീജിത്ത് പറഞ്ഞു. 11-ാം തീയതിയാണ് റിപ്പോർട്ടായത്. ഇപ്പം 47 ദിവസമായി. 47 ദിവസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തിട്ടുണ്ട്. കോടതി വെരിഫൈ ചെയ്ത് അത് ചാർജ് പിടിച്ചിട്ടുണ്ട്. ആ പിടിച്ച പ്രതികൾ തന്നെയാണ് അന്വേഷണത്തിൽ തെളിവായിട്ടുള്ളത്. എല്ലാ പഴുതുകളും അടച്ചുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത്. കേസിൽ 40ഓളം സാക്ഷികളും 32 രേഖകളുമാണുള്ളത്. ഇരകളായ 6 വിദ്യാർത്ഥികളാണ് പ്രധാന സാക്ഷികൾ. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ തന്നെയാണ് പ്രധാന തെളിവ്. കേസിൽ 5 പ്രതികൾ മാത്രമാണുള്ളതെന്നും കോളേജ് അധികൃതർക്കോ വാർഡനോ റാഗിങ്ങിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കോടതിയിൽ കുറ്റപത്രം വായിച്ച് വൈകാതെ തന്നെ വിചാരണ നടപടികളിലേക്കും കടക്കുമെന്നാണ് പ്രതീക്ഷ. അമൃത ന്യൂസ്, കോട്ടയം.